നമ്മളെ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ചോക്കോപ്പേ ഉണ്ടാക്കിയാലോ? അതും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബിസ്ക്കറ്റ്സ് വേണം, ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് വേണം, വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് വേണം. ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ചോക്കോപ്പേ ഉണ്ടാക്കാം. അതിന് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ആരോ റൂട്ട് ബിസ്ക്കറ്റ്സ് ആണ്. ആരോ റൂട്ട് ബിസ്ക്കറ്റിന് ഒരു ബിസ്ക്കറ്റ് എടുക്കുക, അതിൽ വൈറ്റ് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മെൽറ്റ് ചെയ്തിരിക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് ആണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നല്ല ഈവനായിട്ട് എല്ലായിടത്തും പറ്റുന്ന രീതിയിലേക്ക് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വീണ്ടും ഒരു ബിസ്ക്കറ്റ് അതിൻ്റെ മുകളിൽ വെച്ച് സ്റ്റാക്ക് ചെയ്യാം. വീണ്ടും അതേപോലെ വൈറ്റ് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്, വൈറ്റും ഡാർക്കും. ഇത് രണ്ടും നമുക്ക് പാക്കറ്റിൽ മേടിക്കാൻ കിട്ടും. അത് മേടിച്ചിട്ട് അതിനകത്ത് നമ്മൾ നല്ല ചൂട് വെള്ളം ഒഴിച്ചിട്ട് അത് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. കുറേശ്ശെ ഒഴിച്ച് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതേപോലെ ചെയ്തെടുത്തതാണ് ഇവിടെ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും. വീണ്ടും അതിൻ്റെ മേറ്റിൽ നമ്മൾ ബിസ്ക്കറ്റ് വെച്ചു. നല്ലപോലെ 3 ബിസ്ക്കറ്റ് വെച്ച് നമ്മൾ ചോക്ലേറ്റ് സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും നല്ലപോലെ പറ്റുന്ന രീതിയിൽ ഡാർക്ക് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തെടുക്കണം. അല്ലാണ്ട് ഫോർക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും. അതിനുശേഷം അത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഒരു ബേക്കിംഗ് ഷീറ്റ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് പിന്നെ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ അത് ബേക്കിംഗ് ഷീറ്റിലേക്ക് വെച്ചു. എല്ലാ ബിസ്ക്കറ്റ്സും സ്റ്റാക്ക് ചെയ്ത് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രീസറിലേക്ക് പോവുക. ഫ്രീസറിലേക്ക് ഏകദേശം 1-2 മണിക്കൂർ തണുപ്പിക്കാൻ വെക്കാം. നല്ല തണുത്ത് കഴിയുമ്പോഴായിട്ട് നല്ല ടേസ്റ്റാകുന്ന ഫ്രീസറിലേക്ക് വെക്കുക. എന്തായാലും 2 മണിക്കൂറെങ്കിലും വെക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞ് ഫ്രീസറിൽ നിന്ന് എടുക്കുക. ഈ ബേക്കിംഗ് ഷീറ്റ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ? എന്നിട്ട് പ്ലേറ്റിൽ വെക്കുക. ഇനി നമുക്ക് കുട്ടിപ്പട്ടാളത്തിന് കൊടുത്തു നോക്കാം. അവരുടെ റിയാക്ഷൻ വീഡിയോ കാണാം. വേറെ ലെവല് നല്ലത്.